ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7th മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. അപ്പോൾ പുതിയ ബുക്കൊക്കെ ആയില്ല, 2024 പുതിയ ബുക്കാണിത്. അപ്പോൾ എന്താണ്, സിമ്പിളാണ്. അപ്പോൾ നന്നായി പഠിച്ചാൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഐഡിയ കിട്ടിയാൽ നമുക്ക് എന്താണ് ഇതിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടണമെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് 7th പാർട്ട് 1 ആണ് മാത്തമാറ്റിക്സ് കേട്ടോ. 2024 പുതിയ ബുക്കാണിത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നോക്കാം നമുക്ക്. 2024 കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, പാരലൽ ലൈൻസ് ആണ് അല്ലേ. എന്താണ് പാരലൽ ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാരലൽ ആയിട്ടുള്ള ലൈൻസ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്. എങ്ങനെയാണ്, ആദ്യം ഒരു ലൈന് വരയ്ക്കും, അതിന് ഈക്വൽ ആയിട്ട് മുകളിൽ അല്ലേ, അതായത് രണ്ടും ടച്ച് ചെയ്യാതെ നേരെ പോകുന്ന വരകളെയാണ് എന്ത്, ടച്ച് ചെയ്യാതെ നേരെ പോകുന്നത്. നീട്ടി വരച്ചാൽ എന്താണ്, ടച്ച് ചെയ്യാത്ത വരകളെയാണ് എന്ത്, പാരലൽ ലൈൻസ് പറയുന്നത് അല്ലേ. അത് നമ്മൾ എന്താണ് 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുക, അതാ സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ്, ഒരിക്കലും കൂട്ടിമുട്ടൂല അല്ലേ, സെയിം ഡിസ്റ്റൻസിൽ തന്നെയാണ് അത് എന്താണ് പോകുന്നത്. അതാണ് എന്ത്, പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇത് 60 ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും, ഇത് 100 ആണെങ്കിൽ ഇതും 100 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെയാണ് വരച്ചത് അല്ലേ. അപ്പോൾ അത് കുറവാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അതേ എന്താണ് സെയിം അളവ് തന്നെ ആയിരിക്കും ഇത് 60. ഇത് കണ്ടോ, ഇങ്ങനെ വരച്ചാൽ എന്താണ്, ഈ അളവ് എന്താണോ അത് തന്നെ ആയിരിക്കും ഈ അളവും. ഓക്കെ, ഇവിടെ മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഈ അളവിലുള്ള ഇത് പാരലോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പാരലോഗ്രാം വരയ്ക്കുക, ആദ്യം നമുക്ക് എന്താക്കാം, 3 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈന് വരയ്ക്കുക. നോക്കൂ, ഒരു 3 സെൻറ്റിമീറ്ററുള്ളൊരു ലൈന് ആദ്യം നമ്മൾ എന്താക്കുക, വരയ്ക്കുക. ടീച്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നല്ലോ കേട്ടോ, സ്കെയിലൊക്കെ എടുത്ത് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ 3 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, പ്രൊട്രാക്ടർ എടുത്തിട്ട് 120 എന്താക്കുക, നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് ഒരു 3 സെൻറ്റിമീറ്ററിൽ എന്താക്കുക ഒരു ലൈൻ വരയ്ക്കുക. കണ്ടല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ അത് 120 നമ്മൾ 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ അല്ലേ, ഇത് 120 ഇടയാളപ്പെടുത്തുക. ഇതേപോലെ തന്നെ നിങ്ങൾ അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ എന്താണ് 3 സെൻറ്റിമീറ്റർ നമ്മൾക്ക് എന്താക്കുക, ജസ്റ്റ് എന്താണ് വരയ്ക്കുക 3 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്താക്കുക, ഇവിടുന്ന് താഴോട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അത് 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഈ പാരലോഗ്രാം വരയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇവിടെ 3 സെൻറ്റിമീറ്റർ എഴുതുക, ഇവിടെ 3 സെൻറ്റിമീറ്റർ എഴുതുക, ഇവിടെ 120 ഡിഗ്രി എന്നും എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ ഇനി ഇവിടെ പറയുന്നത് എന്താണ്, ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. ലൈൻസും ആംഗിൾസും. ഇവിടെ നോക്കൂ, ഒരു ലൈൻ ഇങ്ങനെ ബ്ലൂ കളറിലുള്ള ലൈൻ നമ്മൾ വരച്ചു, അതിനെ ക്രോസ് ചെയ്തിട്ട് എന്താണ് ഒരു ഗ്രീൻ ലൈനും നമ്മൾ വരച്ചു. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു അളവ് തന്നു വിചാരിച്ചോ, ഇതാക്കണ്ടോ, ഇവിടെ 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ എന്തായിരിക്കും, ഇത് 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 50 ഡിഗ്രി കണ്ടോ, ഇത് 80 ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈ ലൈനും ജോയിൻ ചെയ്താണല്ലേ. അപ്പോൾ അതേ അതിൻ്റെ നേരെ ഉള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണല്ലേ, അത് 50 ഡിഗ്രി ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് എന്താണ്, ഇത് നോക്കൂ, ഇവിടെ പറയുന്നത് കേൾക്കും, ഇവിടെ 130 ആണ് അല്ലേ. ഇവിടെ 130 വരുമ്പോൾ ഇതാക്കണ്ടോ, ഇവിടെ എങ്ങനെ 130 വന്നത്, ഇവിടെ 50 അല്ലേ. അപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക കേട്ടോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിച്ചോ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ കോണിൻ്റെ അളവ്, അതായത് അതിൻ്റെ ആംഗിളിൻ്റെ അളവ് എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എത്രയാണ്, 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി ആയിരിക്കും എന്ത്, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അളവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നോക്കൂ, ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചു വിചാരിച്ചോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ അളവും കൂടി കൂട്ടിയതായിരിക്കും 180 ഡിഗ്രി. ഇനി ഈ അളവ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ അളവ് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ 180 ഈ തന്നിരിക്കുന്ന അളവ് കുറച്ചാൽ നമ്മളോട് ചോദിച്ച അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ ഇത് ഇവിടെ നോക്കൂ, ഇവിടെ 50 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, 180 ഈ 130 അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, അപ്പം 180 എന്താണ് ഈ 180 ഈ 50 അങ്ങ് കുറച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, 130 കിട്ടും. അതാണ് ഇവിടുത്തെ കിട്ടിയിരിക്കുന്ന ആംഗിൾ. മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഈ ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇതാണ്, അതും സെയിം ആയിരിക്കും. ഇതും സെയിം ആയിരിക്കും. ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ 130. കണ്ടോ, ഇവിടെ
അപ്പോൾ എന്താണ് ഇവിടെ 130 ആണ്, ഇത് 130. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾസ് സെയിം ആയിരിക്കും മനസ്സിലാക്കുക. അതുപോലെ പിന്നെ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ 180 ഡിഗ്രി ആണെന്നും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവിടെ നോക്കൂ. ഇപ്പൊ ഈ രണ്ട് ലൈൻ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചതാന്ന് വിചാരിച്ചോ. പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചതാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ വരച്ചത്? എങ്ങനെയാണ്? ഇപ്പൊ ഒന്ന് നേരെയാണെങ്കിൽ ഒന്നിങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരച്ചിരുന്നത് അല്ലേ. അപ്പൊ ഇനി നേരെ ഇത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. പിന്നെ എന്താണ് 180 ഡിഗ്രി ഒക്കെ പറഞ്ഞില്ലേ. ഇനി ഇതിന്റെ അളവ് ഒന്ന് തന്നാലേ മറ്റേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇനി ഇത് നോക്കിയാൽ ഈ ലൈന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈനാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണല്ലേ. അപ്പൊ ഈ ഓരോ ഈ ആംഗിളിന്റെ അളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എത്രയാണ്? 90 ഡിഗ്രി. ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ് അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. ഇതൻ അടുത്തത് എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ചെരിച്ചുള്ളത് അല്ലേ. പിന്നെ ഇങ്ങനെ ചെരിച്ച് വന്നാൽ എന്താണ്? രണ്ട് ചെറിയ ആംഗിളും ഉണ്ടാവും, രണ്ട് വലിയ ആംഗിളും അല്ലെ. 2 സ്മോൾ ആംഗിൾസും 2 ലാർജ് ആംഗിൾസും ഇങ്ങനെ ചെരിച്ച് വരച്ചാൽ ഉണ്ടാവും. മറ്റേ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇനി നോക്കൂ, ഇവിടെ ഈ ആംഗിൾ കണ്ടോ, ഈ ആംഗിൾ ഈക്വൽ ആന്ന് പറഞ്ഞു. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിലേഷൻ എന്താണ്? വാട്ട് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ദം? എന്താണ്? 2 സ്മോൾ ആംഗിൾസ് ആർ ഓഫ് സെയിം മെഷർ. ഈ രണ്ട് ചെറിയ ആംഗിൾസും സ്മോൾ ആംഗിൾസും സെയിം മെഷർ ആയിരിക്കും. ഇവിടെ ഇപ്പൊ 40 ആണെങ്കിൽ ഇവിടെ 40, ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 30, ഇവിടെ ഇപ്പൊ 45 ആണെങ്കിൽ ഇവിടെ 45. ഓക്കെ, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി അല്ലെ. എന്താണ്? രണ്ട് സ്മോൾ ആംഗിൾസ് എന്താണ്? സെയിം മെഷർ ആയിരിക്കും. പിന്നെ എന്താ? 2 ലാർജ് ആംഗിൾസ് ആർ ഓഫ് ദ സെയിം മെഷർ. എന്താ? പിന്നെ വലിയ ആംഗിൾസ്, ഇത് വലിയ ആംഗിൾ അല്ലെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ആംഗിൾസ് എന്താണ്? ആ സെയിം ആംഗിൾ തന്നെയായിരിക്കും ഇതും. ഇവിടെ ഇപ്പൊ എത്രയാണ്? 110 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 110 ഡിഗ്രി. ഇവിടെ ഇപ്പൊ 130 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 130 ഡിഗ്രി, ഇവിടെ 150 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 150 ഡിഗ്രി കേട്ടോ. അപ്പൊ എന്താണ്? 2 ലാർജ് ആംഗിൾസ് ആർ ദ സെയിം മെഷർ ആയിരിക്കും, ഓപ്പോസിറ്റ്. ഓക്കെ, ദെൻ ദ സം ഓഫ് എ സ്മോൾ ആംഗിൾ ആൻഡ് എ ലാർജ് ആംഗിൾ ഈസ് 180. ഇനി എന്താണ്? സം ഓഫ് എ സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രി കിട്ടും. മനസ്സിലായല്ലോ. ഇതും പിന്നെ ഇതും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? 180 ഡിഗ്രി കിട്ടും. അതുപോലെ ഈ സ്മോൾ ആംഗിളും ഈ ലാർജ് ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഇത് വരുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ അടുത്ത എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. പിന്നെ ഇവിടെ പറയുന്നത് നേരത്തെ ആ ഫിഗർ ഒന്നും കൂടി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ്? ഈ ഇങ്ങനെ ഒരു അളവ് നമ്മൾ കണ്ടു അല്ലെ. ഇവിടെ 50 ആണ്, ഇവിടെ 50, ഇവിടെ 130 ആണ്, ഇവിടെ 130 ഡിഗ്രി എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇതിന് എന്താണ്? പാരലൽ ആയിട്ട് അതിന് മുകളിൽ ഒരു ലൈനും കൂടി വരയ്ക്കുക. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കണ്ടോ. ഇതിന് പാരലൽ ആയിട്ട് അതേ ലൈൻ തന്നെ മുകളിലേക്ക് വരയ്ക്കുക. അങ്ങനെ ആവുമ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ നേരെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 50 ഡിഗ്രി ആയിരിക്കും. കേട്ടല്ലോ? മനസ്സിലായോ എന്താ പറഞ്ഞതെന്നുള്ളത്? ഇതിപ്പോ 50 ഡിഗ്രി ആണെങ്കിൽ ഇത് 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് 50 ഡിഗ്രി. ഓക്കെ, പിന്നെ അതുപോലെ ഇത് 130 ഡിഗ്രി ആണ്. ഇതിന്റെ നേരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഈ 130ന്റെ ഈ ആംഗിളിന് സെയിം ആയിട്ടാണ് എന്ത് വരുന്നത്? ഇതാ ഈ ആംഗിൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് 130 ഡിഗ്രി ആണ്, ഇത് 130 ഡിഗ്രി. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് എന്തായിരിക്കും? 130 ഡിഗ്രി. ഓക്കെ, ഇത് 50 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഈ ആംഗിൾ എവിടെ വരുന്നത്? ഈ ആംഗിൾ കറക്റ്റ് ആയിട്ട് ഇതാ ഇവിടെയാണ് വരിക. ഓക്കെ, ഇത് 50 ഡിഗ്രി. അപ്പൊ ഇത് എന്തായിരിക്കും? 50 ഡിഗ്രി. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇപ്പൊ പാരലൽ ആയിട്ട് സെയിം ലൈൻ ആണ് വരുന്നതെങ്കിൽ ഇതിന്റെ അതേ അളവ്, അതായത് രണ്ട് പാരലൽ ലൈന് കണ്ടോ, ഈ ലൈന് ഈ ലൈനും അപ്പൊ ഈ പാരലൽ ലൈനിന് ക്രോസ് ആയിട്ട് ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ എന്താണ്? അതന്നെ ആയിരിക്കും ഈ മുകളിലത്തെ ഈ പാരലൽ ലൈനിന്റെ ഈ ആംഗിളും. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതാണ് ഇത് അവിടെ കണ്ടേ. ഇപ്പൊ ടീച്ചർ പറഞ്ഞ സംഭവം ഇതാണ്. അപ്പം മനസ്സിലാക്കി വെക്കുക അതെന്താന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പോൾ 50ന് പകരം നമ്മൾ വേറെ ഏത് ആംഗിൾ ആണെങ്കിലും 50 തന്നെ ആണെന്നില്ല. ഇവിടെ ഇപ്പോൾ 40 ആണെങ്കിൽ ഇവിടെ എന്താക്കും? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം 180ന്ന് 40 കുറച്ചാൽ ഇവിടെ 140 ആവും അല്ലേ. അപ്പോൾ 140യും ഇവിടെ 40 ആണെങ്കിൽ പിന്നെ ഈ ആംഗിളൊക്കെ വ്യത്യാസം വരും അല്ലേ. അത് 40 ആണെങ്കിൽ ഇവിടെ 40 ആവും, ഇവിടെ 140 ആവും. അപ്പോൾ സെയിം ഇതെന്താണോ അതന്നെ ആയിരിക്കും ഇവിടെയും. ഓക്കെ, അപ്പോൾ ഇവിടെ 50 തന്നെ ആണെന്നില്ല. ഏത് ആംഗിൾ ആണെങ്കിലും മെഷർമെന്റ് മാറുന്നേ ഉള്ളൂ,
പക്ഷേ എന്താണ് ഈ മുകളിലത്തെ ലൈൻ ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഈ അടിയത്തെ ആംഗിളും ആയിട്ട് വരിക കേട്ടോ. അപ്പൊ എ ലൈൻ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് അറ്റ് ആംഗിൾസ് ഓഫ് ദ സെയിം മെഷർ. എന്താണ്, ഒരു രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈന് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിലുള്ള ആംഗിൾസ് ഒക്കെ സെയിം മെഷർ ആയിരിക്കും. കണ്ടോ, ഇവിടെ 50 ആണ്, ഇവിടെ 50 അല്ലേ. അവിടെ 130 ആകുമ്പോൾ ഇവിടെ 130. ഓക്കെ, ഇങ്ങനെ തന്നെ ഇത് തന്നെ അങ്ങോട്ട് വരച്ച മാതിരി തന്നെ അല്ലേ. ഒന്ന് നീക്കിയാൽ ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ വരും അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുകയാണ് രണ്ട് പാരലൽ ലൈൻസിന്, അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും, സെയിം മെഷർ തന്നെ ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ കണ്ടോ, ഇവിടെ ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ഇവിടെ റെഡ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്താണോ ആ ആംഗിൾ തന്നെ ആയിരിക്കും ഇത്. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി. ഓക്കെ, ഇവിടെ 150 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 150 ഡിഗ്രി. ഓക്കെ, അപ്പോൾ സെയിം തന്നെ ഇതാ കണ്ടോ, റെഡ് ഇവിടെ എന്താ 30 ആണെങ്കിൽ ഇവിടെ 30 തന്നെ അല്ലേ. ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ 150. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആംഗിൾസ് സെയിം മെഷർ ആയിരിക്കും. ഓക്കെ, ദെൻ in each of the pictures below, can you calculate the other 7 angles which the parallel blue lines make with the green line? എന്താണ്, ഈ ബ്ലൂ ലൈൻസ് പാരലൽ ലൈൻസിനെ ഇന്റർസെക്ട് ചെയ്ത് ഒരു ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരളവ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 40. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ അല്ലേ. അപ്പോൾ ഇവിടുത്തെ 40 ഡിഗ്രി ആണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എത്ര ആയിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ. 40 ഡിഗ്രി തന്നെ അല്ലേ. 40 ഡിഗ്രി തന്നെ. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും, ഇവിടെ ഡിഗ്രി എന്നുള്ളത് ഇവിടെ ചെറിയ ഒരു 0 ആക്കി എഴുതണം കേട്ടോ നിങ്ങൾ. പിന്നെ എന്താണ്, ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഇത് 40 ആകുമ്പോൾ ഇത് 40 ഡിഗ്രി, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇവിടെ ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഞാൻ പറഞ്ഞു എന്ത്, സ്ട്രെയിറ്റ് ലൈൻ ആവുമ്പോൾ എന്താണ് 180 ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ അതിലേക്ക് ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 180 അല്ലേ, 180 ഈ തന്നിരിക്കുന്ന ആംഗിൾ കുറച്ചാൽ മതി അല്ലേ. അങ്ങനെ ആകുമ്പോൾ 180 ഇവിടെ തന്നിരിക്കുന്ന എത്ര 40 ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ 180 40 കുറച്ചാൽ എത്ര നമുക്ക് കിട്ടുക, 140 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പൊ അതവിടെ ഇടുക. അപ്പൊ 140 ഡിഗ്രിയാണ് ഇവിടെ. അങ്ങനെ ആവുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഈ ആംഗിൾ എന്താണ്, ഇതും എത്ര ആയിരിക്കും, 140 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇതും 140 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ അല്ലേ. അപ്പൊ നോക്കിയേ, ഡിഗ്രിന്ന് എഴുതണം കേട്ടോ നിങ്ങള്, ഇവിടെ ഡിഗ്രിന്ന് എഴുതണേ. അപ്പൊ ഈ ആംഗിളും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പൊ ഇവിടെ 140 കിട്ടി, ഇവിടെ 140 കിട്ടി, ഇവിടെ 40 കിട്ടി, ഇവിടെ 40 കിട്ടി. അങ്ങനെ ആവുമ്പോൾ ഈ ആംഗിൾ സെയിം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ 40 ആവുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ ലൈന് വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊണ്ടുപോയി വിചാരിച്ചു. അപ്പൊ ഈ 40 ഇവിടെ വരും അല്ലേ, 140 ഇവിടെ വരും അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ 40 ഡിഗ്രി എന്ന് എഴുതുക, ഇവിടെ 140 ഡിഗ്രി എഴുതുക, ഇവിടെ എത്രയാണ്, ഇവിടെ 40 ഡിഗ്രി എഴുതുക, ഇവിടെ 140 ഡിഗ്രി എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതുക, 40 ഡിഗ്രി 140 ഡിഗ്രി 40 ഡിഗ്രി 140 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്താ ബാക്കിയുള്ള 7 ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ഒരു ആംഗിൾ നമുക്ക് തന്ന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്, സ്ട്രെയിറ്റ് ലൈന് വേറൊരു ലൈന് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ ആംഗിൾ എത്ര ആയിരിക്കും, 180 ഡിഗ്രിയാണ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഏത് ലൈൻ വേറെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ 180 തന്നിരിക്കുന്ന ആംഗിൾ കുറച്ചാൽ മറ്റേ ആംഗിൾ കിട്ടും, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്ക് 45 ഡിഗ്രി അവിടെ തന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് പറഞ്ഞേ, ഈ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് പറഞ്ഞേ, ഈ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി ആണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ എത്ര ആയിരിക്കും, 45 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്, ഇത് 45 ഡിഗ്രി വരും. ഓക്കെ, ഇത് 45 ഡിഗ്രിയാ. അങ്ങനെയാണ് ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇതെന്താണ്, ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ആകുമ്പോൾ 180 ആണ് അല്ലേ. അപ്പോൾ 180 45 കുറച്ച് എത്രയാ, 135 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 135 ഡിഗ്രിയാണ് എന്ത് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ 135 ഡിഗ്രിയാണ് എന്ത് ഈ ആംഗിൾ വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതും എത്ര ആയിരിക്കും, 135 ഡിഗ്രി ആയിരിക്കും അല്ലേ. 135 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിളും വരുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായില്ല അല്ലേ. ഡിഗ്രി എന്ന് എഴുതണേ നിങ്ങൾ. ഓക്കെ, 135 ഡിഗ്രി ചെറിയൊരു പൂജിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ആംഗിൾ ഇനി കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഇവിടെ ഇതിങ്ങോട്ട് നീക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ വര ഇങ്ങനെ നീക്കുക അതിൻ്റെ അടുത്തേക്കെങ്കിൽ ഈ ആംഗിൾ 45 ആണെങ്കിൽ എന്താ, ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. പിന്നെ എന്താണ്, ഇത് നീക്കുമ്പോൾ ഇത് ഇവിടെ എത്തുമ്പോൾ ഇത് എത്ര ആയിരിക്കും, ഈ ആംഗിൾ എത്രയാ, 135 അല്ലേ. ഈ ആംഗിൾ എത്രയാ, 45. ഈ ആംഗിൾ എത്രയാ, 135. ഓക്കെ, അങ്ങനെയാണ്.
ഓക്കെ. അപ്പോൾ അവിടെ 45 ഡിഗ്രി 135 ഡിഗ്രി 45 ഡിഗ്രി 135 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ 180 ഡിഗ്രി ആണെന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മറ്റേ കോണിൻ്റെ അളവ് തന്നാൽ എന്താണ് ചോദിച്ചിരിക്കുന്നതിൻ്റെ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ 180 നിന്ന് 180 നിന്ന് ഈ തന്നിരിക്കുന്ന അളവ് കുറച്ചാൽ നമുക്ക് മറ്റേ അളവ് കിട്ടും. ഇനി ശരിയാണോ നോക്കുക, അത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണോ നോക്കുക. അവിടെ ശരിയാണോ നോക്കുക എങ്ങനെ നമ്മൾ 140 40 കൂട്ടി വെക്കുക. എത്രയാണ് 180 ആയില്ലേ. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മാച്ചിങ് ആംഗിൾസ് ആണ് കേട്ടോ അടുത്ത് വരുന്നത്. എന്താണ് മാച്ചിങ് ആംഗിൾസ്? മാച്ചിങ് ആംഗിൾസ് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ച തന്നെ സംഭവം തന്നെ അല്ലേ. എന്താണ് നമ്മളറിയാം, ഒരു ലൈനിനെ വേറൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താണ് 4 ആംഗിൾ വരുന്നുണ്ട് അല്ലേ. അതുപോലെ 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് 8 ആംഗിൾസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് പറയാന്നുള്ളതാണ് അല്ലേ. എങ്ങനെയാണ് അതിന്റെ റിലേഷൻസ് പറയാന്നുള്ളത് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇത് 50 ആണെങ്കിൽ ഇത് നേരെ നീക്കിയാൽ എന്താ 50 ആയിരിക്കും. മറ്റേ കണ്ടുപിടിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ആ ടീച്ചർ പറഞ്ഞ ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. പിന്നെ ഇവിടെ നോക്കൂ, ഓഫ് ദ ആംഗിൾസ് മെയ്ഡ് വെൻ 2 പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ സ്ലാൻഡിങ് ലൈൻ. എന്താണ് 2 പാരലൽ ലൈൻസിനെ ഒരു ലൈന് കട്ട് ചെയ്യുകയാണെങ്കിൽ, സ്ലാൻഡിങ് ചെരിഞ്ഞ ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആംഗിൾസ് ഉണ്ടാവും അല്ലെ. ആ സ്മോൾ ആംഗിൾസ് ഓഫ് സെയിം മെഷർ, ചെറിയ ആംഗിൾസ് എന്താ സെയിം മെഷർ ആയിരിക്കും. അതുപോലെ എന്താണ് ലാർജ് ആംഗിൾസിനും സെയിം മെഷർ ആയിരിക്കും കേട്ടോ. ലാർജ് ആംഗിൾസിനും സെയിം മെഷർ ആയിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്, എ സ്മോൾ ആംഗിൾ ആൻഡ് എ ലാർജ് ആംഗിൾ ആഡ് അപ്പ് ടു 180 ഡിഗ്രി കണ്ടോ. ഈ സ്മോൾ ആംഗിളും ഈ ലാർജ് ആംഗിളും കൂടി കൂട്ടിയാൽ എന്താണ് 180 ഡിഗ്രി കിട്ടും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇഫ് ദ ഇന്റർസെക്റ്റിംഗ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ദ പാരലൽ ലൈൻസ് ഇറ്റ് വുഡ് ബി പെർപെൻഡിക്കുലർ ടു അതർ ലൈൻ ടു ആൻഡ് ഓൾ ആംഗിൾസ് വുഡ് ബി റൈറ്റ് ആംഗിൾസ്. പിന്നെ എന്താ പറയുന്നത്, ഇപ്പൊ ഇത് സ്ലാൻഡിങ് ലൈൻസ് ആണെങ്കിലാണ് ഈ പറഞ്ഞത് അല്ലെ. ഇനി പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താ നേരെ എന്താണ് ഇതാ ഇങ്ങനെ ഇത് 2 പാരലൽ ലൈൻസിന് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ് ഈ ആംഗിൾസ് ഒക്കെ റൈറ്റ് ആംഗിൾസ് ആയിരിക്കും അല്ലെ. 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത്രയുള്ള ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് സ്ലാൻഡിങ് ലൈൻസ് ആണെങ്കിൽ സ്മോൾ ആംഗിൾസ് ഒക്കെ സെയിം മെഷർ ആയിരിക്കും, ലാർജ് ആംഗിൾസ് ഒക്കെ സെയിം മെഷർ ആയിരിക്കും. പിന്നെ സ്മോൾ ആംഗിൾ ലാർജ് ആംഗിൾ കൂടി കൂട്ടിയ 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി 2 ലൈനിനെ പാരലൽ ലൈൻസിനെ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻസിന്റെ ഒക്കെ ആംഗിൾസ് എന്തായിരിക്കും റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. അപ്പൊ റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് 90 ഡിഗ്രി അല്ലെ. അങ്ങനെ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് പറയാന്നല്ല ആണ്. ഓക്കെ, ദെൻ അടുത്ത ഇവിടെ പറയുന്നത് എന്താണ്, നൗ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗർ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ എന്താ പറയുന്നത് ഇല്ല. ഇനി നോക്കൂ, ഈ ലൈൻസ് നോക്കുക. ലുക്ക് അറ്റ് ദിസ് ഫിഗർ. നമുക്ക് ഈ സൈഡ് ഉള്ളതൊന്ന് ലാസ്റ്റ് നോക്കട്ടോ. ഇത് കുറച്ച് താഴോട്ട് പോയിട്ടേ പിന്നെ മേലോട്ട് നമ്മൾ വരുള്ളൂ കേട്ടോ. നോക്കുക, ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഈ ഫിഗർ നോക്കുക. ഇതെന്താ പറയുക Z പോലെ അല്ലെ. എന്താണ് 2 പാരലൽ ലൈനാണ് അല്ലെ. 2 പാരലൽ ലൈൻസ് ആണ്. മുകളിലുള്ള ഈ ലൈനും താഴെയുള്ള ഈ ലൈനും. ഇവിടെ തന്നിരിക്കുന്നത് 45 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് നീട്ടി വരച്ചു നോക്കിയാലേ നമ്മൾ പഠിച്ച സംഭവം തന്നെ വരും അല്ലെ. അവിടെ തന്നെ നീട്ടി വരച്ചിട്ടുണ്ട് ചിത്രത്തിൽ തന്നെ. എന്താണ് ഇവരെന്നെ നീട്ടി വരച്ചിട്ടുണ്ട്. നോക്കൂ, ഈ സെഡിനെ ഇതാ കണ്ടോ, ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇവിടെ 45 ആണ് അല്ലേ. ഈ ആംഗിൾ സെയിം ആയിരിക്കില്ല. അപ്പൊ ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ 45 ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്തായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത് എത്ര ആയിരിക്കും എന്നുള്ളത് 45 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, മനസ്സിലായില്ലേ? ഇത് ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിചാരിച്ചാൽ ഇവിടെ ഈ എന്താണോ അത് തന്നെ ആയിരിക്കും ഇതിന്റെ നേരെ മുകളിൽ ഇവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്തായിരിക്കും, ഈ ആംഗിൾ തന്നെയല്ല ഈ ആംഗിൾ. അപ്പൊ ഇവിടെ 45 ആണെങ്കിൽ എന്താ ഇവിടെയും 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി വാട്ട് ഇഫ് ദ ഫിഗർ ലുക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണെങ്കിലോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 40 ആണെങ്കിൽ ഇതിന്റെ പാരലലായിട്ട് ഇതാ ഇങ്ങനെ വരച്ചു. അപ്പൊ നമുക്ക് എന്താ ഇതിനെ ഞങ്ങൾ നീട്ടി വരച്ചാൽ പോലെ. അങ്ങനെ നീട്ടി വരച്ചാൽ എന്താ ഇവിടെയും 40 ഡിഗ്രിയാ കിട്ടുക കേട്ടോ. ഓക്കെ, ഒന്ന് വരച്ചു നോക്കുക. ഇനി ഇതിനെ ഒന്ന് മെഷർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ അതർ ആംഗിൾ. ഇതിന്റെ വേറെ ആംഗിൾസ് ഒക്കെ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാണ്, ഇത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് എത്രയായിരിക്കും. നമുക്ക് എന്താക്കുക, ഈ വെർട്ടിക്കൽ ലൈൻസ് പാരലൽ ആണ്. ബട്ട് ദർ ഈസ് നോ ലൈൻ കട്ടിങ് ദം. എന്താ കട്ടിങ് ഒന്നും ചെയ്തില്ല അല്ലെ, ലൈനൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്താക്കുക, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വേറെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ കണ്ടോ, ഈ പച്ച ലൈൻ വരച്ച മാതിരി ഒന്ന് ലൈൻ വരയ്ക്കുക.
പിന്നെ എന്താ ഇവിടെ പറയുന്നത്, ഇവിടെ 30 ഡിഗ്രി കൊടുക്കുക. ഇവിടെ 30 ആകുമ്പോൾ ഇവിടെ 30 കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ 40 കൊടുത്തെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു ലൈൻ ശരിയില്ല അല്ലേ. പിന്നെ ഇവിടെ ഒരു 20 കൊടുത്തു, എന്നാലും ഒരു സുഖം വരുന്നില്ല. എന്താണ്, ഈക്വൽ അല്ലല്ലോ. ഒരു പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇത് രണ്ട് ഈക്വൽ ആവണ്ടേ. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഇത് 13 കൊടുക്കുമ്പോൾ ഇത് ഈക്വൽ ആവുക. ഓക്കെ, അപ്പോൾ ഇത് 13 ഇത് 13, അപ്പോൾ ഇത് 13 ആകുമ്പോൾ ഇതും 13 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നടുക്കത്തുള്ള എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും. അപ്പോൾ എന്താണ്, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ കൊടുത്താൽ ഇവിടെ 30 ആയിരിക്കും. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ഇവിടെ 60 ഡിഗ്രി കണ്ടോ, ഇവിടെ 60 ഡിഗ്രിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് നോക്കാം. ഞാൻ പറഞ്ഞത് ഈ ലൈൻ, ഈ സൈഡ് ബോക്സുകളൊന്ന് നോക്കാം കേട്ടോ. പൊസിഷൻ ആൻഡ് ആംഗിൾ ആണ്. പൊസിഷൻ ആൻഡ് ആംഗിൾ എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. We may group the angles formed when two parallel lines are cut by another line based on their position. The figure below show angle pairs in the same position. ഇവിടെ ഈ ഇതിന്റെ പേര് പറയുന്നത് എന്താ അറിയാ, ഈ ലൈനില് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈൻ കണ്ടോ, പാരലൽ ആയിട്ടുള്ള ഈ ലൈനിനെ ഒരു സ്റ്റാൻഡേർഡ് ലൈൻ കട്ട് ചെയ്തപ്പോൾ ഇതിന്റെ പേര് ടോപ്പ് റൈറ്റും ഇതും ടോപ്പ് റൈറ്റ്. അപ്പൊ ഇതും ഇതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ടോപ്പ് റൈറ്റാ. ഇനി ഇവിടെ നോക്കിയേ, ഇതിന്റെ നേരെ ചുവട്ടിൽ ഇതിന്റെ അടിയിലുള്ളത് ബോട്ടം റൈറ്റ്, റൈറ്റ് ഭാഗത്തുള്ള അടിയിലുള്ളതാ അല്ലെ. ഇതും എന്താണ്, റൈറ്റ് ഭാഗത്തുള്ള അടിയിലുള്ള ബോട്ടം റൈറ്റ്. ഇനി ഇവിടെ നോക്കിയാ, ഇപ്പുറത്ത് ലെഫ്റ്റ് ഭാഗത്തുള്ള ടോപ്പ് മുകളിലുള്ള അല്ലെ. ഇത് ലെഫ്റ്റ് ഭാഗത്തുള്ള ടോപ്പ് മുകളിലുള്ളതാണ്. ലെഫ്റ്റ് ഭാഗത്ത്, ഇടത് ഭാഗത്ത് മുകളിലാണിത്. ഇതും അങ്ങനെ തന്നെ ഇടത് ഭാഗത്ത് മുകളിലാണ് അല്ലെ. ഇതോ, ഇത് ലെഫ്റ്റില് ബോട്ടം അടിയിലാണ് അല്ലെ. ഇത് ലെഫ്റ്റില് ബോട്ടം. അങ്ങനെ ആകുമ്പോൾ ആംഗിൾസ് ഇൻ ഈച്ച് സച്ച് പെയർ ആർ കോൾഡ് കറസ്പോണ്ടിങ് ആംഗിൾസ്. കണ്ടോ, ഇത് ബോട്ടം ലെഫ്റ്റ്, ഇതും കറസ്പോണ്ടിങ് ആംഗിൾസാ. അതുപോലെ ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ്. അതുപോലെ ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് രണ്ടും ടോപ്പ് റൈറ്റ് അല്ലേ, അപ്പൊ എന്താണ്, ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് രണ്ടും ബോട്ടം റൈറ്റ് അല്ലേ, അപ്പൊ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് ടോപ്പ് ലെഫ്റ്റ് ആണ് ഇത് രണ്ടും, അപ്പൊ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് ബോട്ടം ലെഫ്റ്റ് ആണ്, അപ്പൊ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് കേട്ടോ. അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ആംഗിൾസ് ഇൻ ഈച്ച് പെയർ മെഷർ ദ സെയിം ആയിരിക്കും. ആ മെഷർ എന്താണ്, സെയിം ആയിരിക്കും. ആ പെയറൊക്കെ സെയിം ആയിരിക്കും എന്നാണ്. ഓക്കെ, ദെൻ ഓപ്പോസിറ്റ് പൊസിഷൻ ഉണ്ട് അല്ലേ. എന്താണ് ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്? ഇങ്ങനെ ഈ പാരലൽ ആയിട്ടുള്ള ലൈൻ നമ്മൾ കട്ട് ചെയ്തു അല്ലേ. അപ്പൊ ഇത് ബോട്ടം ലെഫ്റ്റും ഇത് ടോപ്പ് റൈറ്റും. കണ്ടോ, ബോട്ടം ലെഫ്റ്റും ടോപ്പ് റൈറ്റും അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇതോ ടോപ്പ് ലെഫ്റ്റും ബോട്ടം റൈറ്റും. ഇതിനൊക്കെ പറയുന്ന പേരുണ്ട് കേട്ടോ. ഇതിനും കൂടി പറയുന്ന പേരുണ്ട്. പിന്നെ ഇത് ബോട്ടം റൈറ്റും ഇത് ടോപ്പ് ലെഫ്റ്റും, ഇത് ടോപ്പ് റൈറ്റും ബോട്ടം ലെഫ്റ്റും. അങ്ങനെ ആവുമ്പോൾ ആംഗിൾസ് ഇൻ ഈച്ച് സച്ച് പെയർ ആർ കോൾഡ് ആൾട്ടർനേറ്റ് ആംഗിൾ. ആംഗിൾസ് ഇൻ ഈച്ച് പെയർ മെഷർ ദ സെയിം ആയിരിക്കും. അപ്പൊ ഇത് ആൾട്ടർനേറ്റ് ആംഗിൾ. ഈ ടോപ്പ് റൈറ്റും ഈ ബോട്ടം ലെഫ്റ്റും ആൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അതുപോലെ ബോട്ടം റൈറ്റും ടോപ്പ് ലെഫ്റ്റും ആൾട്ടർനേറ്റ് ആംഗിൾ ആണ്. പിന്നെ ബോട്ടം റൈറ്റും ടോപ്പ് ലെഫ്റ്റും ആൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അതുപോലെ ഈ ടോപ്പ് റൈറ്റും ബോട്ടം ലെഫ്റ്റും ആൾട്ടർനേറ്റ് ആംഗിൾ ആണ് കേട്ടോ. ഇതെന്താണ്, സെയിം മെഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും ആൾട്ടർനേറ്റ് ആംഗിൾസിനെ മെഷർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇനി എന്താണ് അവിടെ വരുന്നത് നോക്കിയേ, ഇൻ ആൻഡ് ഔട്ട് ആണ് കേട്ടോ. ഇത് നമ്മൾ എന്താണ്, ഇൻ ആൻഡ് ഔട്ട്. ഫിഗർ ബിലോ ഷോ ദ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത് വരുന്നത് കേട്ടോ. വെൻ ടു പാരലൽ ലൈൻസ് കട്ട് ബൈ അനദർ ലൈൻ, രണ്ട് പാരലൽ ലൈനെ വേറൊരു ലൈൻ എന്താ കട്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും ഉള്ളിലുള്ളതാണ് അല്ലെ. ഇന്നർ റൈറ്റ് ആണ് ഇത് രണ്ടും അല്ലെ. ഇന്നർ റൈറ്റ്, ഇതാ ഇന്നർ ലെഫ്റ്റാ. നമ്മളെ റൈറ്റ് ഭാഗത്താണ് ഇത് അല്ലെ. അപ്പൊ ഇന്നർ റൈറ്റ് എന്ന് പറയും. ഉള്ളിലുള്ള റൈറ്റ് അല്ല, ഉള്ളിലല്ല ഇത് രണ്ടും. അപ്പൊ ഇന്നർ റൈറ്റ്. ഇപ്പുറത്തെ ഇന്നർ ലെഫ്റ്റ് ആണ് അല്ലെ. പിന്നെ ഇത് ഔട്ടർ റൈറ്റ്, മുകളിലെ പുറത്താണ് അല്ലെ. ഇതും ഔട്ടർ റൈറ്റ് അല്ലെ. ഇത് രണ്ടും പുറത്താണ്. പിന്നെ ഇത് ഔട്ടർ ലെഫ്റ്റ് ആണ്, ഇത് ഔട്ടർ ലെഫ്റ്റ് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഈ ഉള്ളിലുള്ളതിനെ കോ ഇന്റീരിയർ എന്ന് പറയും. എന്താണ് ഇത് അവിടെ കണ്ടോ, കോ ഇന്റീരിയർ ആംഗിൾസ്. ഫസ്റ്റ് രണ്ട് പെയറിനെ, ഇന്നർ വരുന്നില്ല, ഇന്നർ റൈറ്റും ഇന്നർ റൈറ്റ്, ഇത് കോ ഇന്റീരിയർ ആംഗിൾ ആണ്. ഇത് ഇന്നർ ലെഫ്റ്റ്, ഇതും കോ ഇന്റീരിയർ ആംഗിൾ ആണ് പറയാ. ഓക്കെ, കോ ഇന്റീരിയർ ആംഗിൾസ്. ഇനി ഇത് പുറത്തുള്ളതിന് എക്സ്റ്റീരിയർ, ഇന്റീരിയറിനെ ഉള്ളിൽ, പുറത്തുള്ള ഔട്ടർ ആണെങ്കിൽ എക്സ്റ്റീരിയർ, കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നാണ് ഈ പുറത്തുള്ളതിന് പറയാം. ഔട്ടർ റൈറ്റും ഔട്ടർ റൈറ്റും, ഇതുപോലെ ഔട്ടർ ലെഫ്റ്റും ഔട്ടർ ലെഫ്റ്റും. ഓക്കെ, പിന്നെ അതിന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ സമ്മ് എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. കോ ഇന്റീരിയറിന്റെയും കോ എക്സ്റ്റീരിയറിന്റെയും ആംഗിൾസ് കൂട്ടിയാൽ എന്താണ്, 180 ഡിഗ്രി. ഈ ഔട്ടർ ലെഫ്റ്റും കൂടി കൂട്ടിയാൽ എന്താണ്, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, കോ എക്സ്റ്റീരിയർ ആണ്. ഇത് ഔട്ടർ റൈറ്റും ഈ ഔട്ടർ റൈറ്റും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആവും. അതും കോ എക്സ്റ്റീരിയർ ആണ്. ഇനി ഇന്നർ ലെഫ്റ്റും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇത് കോ ഇന്റീരിയർ ആണ്.
ആംഗിളാണ്. ഇത് ഇന്നർ റൈറ്റും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത് എത്രയാണ്? ഇതെന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് കേട്ടോ, ഉള്ളിലുള്ളത്. അത് മനസ്സിലാക്കി വെക്കുക. ദെൻ അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ എന്താണ് നിങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെ നന്നായി മനസ്സിലാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക കേട്ടോ. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്